അങ്ങയുടെ ഈ RSS നേതാവിനെ കണ്ടതും സഹായം അഭ്യർത്ഥിച്ചതും ആവർത്തിച്ച വിഷയം സജീവമാക്കി നിർത്തുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും? RSS നേതാവിനെ ADGPയെ പറഞ്ഞയച്ചത് കണ്ടത് മുഖ്യമന്ത്രിയാണ്. അടച്ചിട്ട മുറിയിൽ ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത്. 1-ാം നമ്പർ കാറ് മാറി വേറെ കാറിൽ വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾക്കറിയാലോ. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചില്ലേ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു. നിങ്ങൾ ശ്രീ എം വ്യക്തമാക്കിയല്ലോ. ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശ്രീ എം വെളിപ്പെടുത്തിയല്ലോ. സ്വന്തം കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരു RSSുമായിട്ട് ഒരു ബന്ധമില്ല. RV ബാബു ഒരു കോൺഗ്രസ് വിരുദ്ധനും ഒരു തട്ടിപ്പ് നടത്തിയിട്ട് ഇവിടെ വന്ന് പറവിൽ താമസിക്കുന്ന ആൾ. അയാൾക്കെതിരായിട്ട് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള വിരോധമാണ്, കോൺഗ്രസ് വിരോധമാണ്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അയാൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ. പറവൂർ നിയോജകമണ്ഡലത്തിലെ BJPക്കാർ എന്നെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അയാൾ എന്നെ പിന്തുണയ്ക്കില്ലേ? അതല്ലല്ലോ ചെയ്ത്, എന്നെ ശക്തിയായി എതിർക്കല്ലേ ചെയ്ത്. അതാ ചോദിച്ചത്, അയാൾ എന്നെ ശക്തിയായി എതിർക്കല്ലേ? അതല്ലേ ഇവിടെ BDJSന്റെ സ്ഥാനാർത്ഥി മാറി BJP സ്ഥാനാർത്ഥിയായി. ഇവിടെ ഒരു ഡീലും നടക്കില്ല, ഒരു സ്ഥലത്തും ഒരു ഡീലും നടക്കില്ല, ഒരു സ്ഥലത്തും ഒരു ഡീലും നടക്കില്ല. 2001-ലും 2006-ലും ഈ പറയുന്ന അനുസരിച്ച് അങ്ങ് ഏതെങ്കിലും RSS നേതാവിനെ ഒരാളെയും കണ്ടിട്ടില്ല. കാണേണ്ട ആവശ്യം. നിങ്ങൾ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കി. BJPയുടെ വോട്ട് ഇവിടെ കൂടി വരികയാണ്. ഇവിടെ കുറഞ്ഞിട്ടില്ല. ഇനി കേട്ടോ, BDJSന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് എല്ലാവരും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയത് 2016-ലാണ്. അന്നാണ് അവർ NDAക്ക് ഇവിടെ 28,000 വോട്ട് കിട്ടി. കാരണം BDJS പുതിയതായി ഉണ്ടാക്കിയപ്പോൾ അന്ന് ഞാൻ 20,000 വോട്ട് ജയിച്ച ആളാണ്. ഞാൻ 20,000 വോട്ടിന് അന്ന് ജയിച്ചത്, മനസ്സിലായോ? 20,000 എൻ്റെ 11,000. ഞാൻ പന്ന്യൻ രവീന്ദ്രനെ തോൽപ്പിച്ചത് 11,000 വോട്ടിനാണ്. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി വർദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്നെ അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ RV ബാബു മുഖ്യമന്ത്രിയും കൂടി ഒരു വശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നെ അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ? എന്നെ സപ്പോർട്ടല്ലല്ലോ ചെയ്ത്, എനിക്കെതിരായിട്ടല്ലേ പറഞ്ഞത്. തോക്കണമെന്നല്ലേ പറഞ്ഞത്. സതീശൻ തോക്കണമെന്ന് പിന്നെ ആരൊക്കെ പറഞ്ഞു? BJP നേതാവായ TP സെൻകുമാർ എന്താ പറഞ്ഞത്? 3-ാം സ്ഥാനത്ത് വരുന്ന BJPയുടെ വോട്ട് മറിച്ച് 2-ാം സ്ഥാനത്ത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പരസ്യമായി പറഞ്ഞില്ലേ? അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് EP ജയരാജൻ പറഞ്ഞൊരു കാര്യമാണ്, SDPയുടെ വോട്ട് സ്വീകരിക്കുമോ LDF എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു സ്വീകരിക്കും. ആരുടെ വോട്ടും LDF സ്വീകരിക്കും, ജയിക്കുകയാണ് അവസാന ലക്ഷ്യമെന്ന്. അല്ല, അവർ പറഞ്ഞല്ലോ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തപ്പോഴല്ലേ LDFന് പ്രശ്നമുള്ളൂ, LDFനും പിണറായി വിജയനും പ്രശ്നമുള്ളൂ. മനസ്സിലായില്ലേ? RSSുമായി ഞങ്ങൾക്ക് ചില കാലത്ത് ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ ക്ലിപ്പ് ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. RSSുമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ പറയും ഒരു ബന്ധമില്ലെന്ന് പറയാണ്. ആരാണ് നുണ പറയുന്നത്? ആരാണ് എല്ലില്ലാത്ത നാവ് കൊണ്ട് നുണ പറയുന്നത്? ആരാണ്? ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ സംസാരിച്ചത്. അപ്പോൾ ആരാണ് നുണ പറഞ്ഞത്? അത് പിറ്റേ ദിവസം സമ്മതിച്ചു ബന്ധം ഉണ്ടായിരുന്നു എന്ന്, അല്ലേ? പിറ്റേ ദിവസം സമ്മതിച്ചു, കോഴിക്കോട് വെച്ച് സമ്മതിച്ചു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് നുണ പറഞ്ഞത്? PDP പിന്തുണച്ചു. ആരെ? LDFന്. ഒരു കുഴപ്പമില്ല. PDP മതേതര പാർട്ടിയാണോ? PDP മതേതര പാർട്ടിയാണോ? SDPI മതേതര പാർട്ടിയാണോ? അന്ന് CPM ആണ് മതേതര പാർട്ടി ആരാണെന്നും വർഗീയ പാർട്ടി ആരാണെന്നും തീരുമാനിക്കും. രണ്ടുപേരും രണ്ട് രീതിയിൽ സംസാരിക്കുന്നു, രണ്ട് നേതാക്കൾ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഞാൻ എൻ്റെ തിരിച്ചുള്ള ചോദ്യം, PDP പിന്തുണ കൊടുത്തിട്ടില്ലേ? PDP കൊടുത്തിട്ടില്ലേ LDFന്? അതല്ല. അപ്പോൾ PDP മതേതര പാർട്ടിയാണെന്ന് പിണറായി വിജയൻ ഒന്ന് പ്രഖ്യാപിക്കട്ടെ. PDP മതേതര പാർട്ടിയാണോ? ആണോ? അല്ല, പിണറായി വിജയൻ ഒന്ന് പറയട്ടെ. ഞങ്ങൾക്ക് എന്താണ്? CPMന് LDFന് ഏതെങ്കിലും കക്ഷി പിന്തുണ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അവർ പിന്തുണ പ്രഖ്യാപിക്കട്ടെ. ഞങ്ങൾക്ക് അതുപോലെ വെൽഫെയർ പാർട്ടി 4 പതിറ്റാണ്ട് കാലം CPMൻ്റെ കൂടെ നിന്ന ഒരു പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഇവർ വർഗീയത ഇളക്കാൻ വേണ്ടിയിട്ട്, ഭൂരിപക്ഷ വർഗീയത ഇളക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇളക്കി വിട്ടത്. ഇവരുടെ PDP ബന്ധം ഞങ്ങൾക്ക് പറയാമല്ലോ. ഇവരുടെ PDP ബന്ധം